ഒരാളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനുള്ള റൈറ്റ് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. രണ്ട്, ആ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് പെയിൻ പോയിന്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻസും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. മൂന്ന്, ഈ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് കൃത്യമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. നാല്, ലോകത്ത് നമ്മളുടെ ഒരു കോമ്പറ്റീറ്റേഴ്സും കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ലോകത്ത് ആർക്കും ഡെലിവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഏത് തരത്തിലാണ് ഞങ്ങളിത് ഡെലിവർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നാലാമത്തെ കോണ്ടസ്റ്റിൽ അല്ലെങ്കിൽ നാലാമത്തെ ഭാഗത്തിൽ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അഞ്ച്, ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 2-3 ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് ഇന്ന ഓപ്ഷൻ ആയിരിക്കും സാറിന് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ സെയിൽസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതോടൊപ്പം ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് എടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ പ്രൂഫിങ് എക്സാമ്പിളുകൾ, ആളുകൾ ഇത് വാങ്ങിച്ചതിനെ കുറിച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറികൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് പേഴ്സണൽ ഗ്യാരണ്ടിയും കൂടെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സാധനം സാറിന് വിൽക്കാനായിട്ട് പറ്റും, സാർ ധൈര്യമായിട്ട് ഈ സാധനം എടുത്തോ എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ ഗ്യാരണ്ടി കൂടി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.